നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീകളുടെ ഇടയിൽ ഇത്രയേറെ സ്വീകാര്യത പിടിച്ചുപറ്റിയെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, നാരീശക്തി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം. മറ്റുള്ള പാർട്ടികളൊക്കെ തന്നെ സ്ത്രീകളെ അവഗണിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീ ശാക്തീകരണം പോലെയുള്ള പല പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീകളെ സമൂഹത്തിന്റെ പല മേഖലകളിലുള്ള ഉന്നമനത്തിനായിട്ട് പ്രയത്നിപ്പിക്കുകയും പല മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രം മതിയല്ലോ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഇത്രയേറെ നെഞ്ചിലേറ്റാനുള്ള ഒരു കാരണം. ഇപ്പൊ പുതിയൊരു പദ്ധതി നമുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയുമോ? നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞിട്ടാണ് ആ പദ്ധതിയുടെ പേര്. ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം 33% ഉയർത്തിക്കൊണ്ട് സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും കൊണ്ടുവരികയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലോക്സഭയിലെ വനിതാ എംപിമാരുടെ എണ്ണം 78-ൽ നിന്നും 273 ഉയർത്തുകയും സംസ്ഥാന നിയമസഭയിലെ MLA-മാരുടെ എണ്ണം 2000-ലധികമായിട്ടും വർദ്ധിപ്പിക്കാനായിട്ട് നാരീശക്തി വന്ദൻ അധിനിയം വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലുള്ള സ്ത്രീകളെ കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് വളരെ വലിയ പ്രാതിനിധ്യമാണ് ഇതിലേക്ക് നൽകിയിരിക്കുന്നത്. അതുവഴി ഭരണം കൂടുതൽ ജനാധിപത്യപരമാകുകയും അധികാര വികേന്ദ്രീകരണം എല്ലാ മേഖലകളിലും നടക്കാനും സാധിക്കുന്നുണ്ട്. ഇതൊരു വളരെ മികച്ച പദ്ധതിയാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ രീതിയിലുള്ള അധികാര വികേന്ദ്രീകരണം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് വളരെ വലിയൊരു നേതൃത്വ പാടവത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിന്റെ നെറുകയിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന്?